പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ അൽബാഹ യാത്രയുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ബൽഗുർഷി അല്ലെങ്കിൽ ബൽജുർഷി എന്നൊക്കെ പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ മെഹജറിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ ഏകദേശം ഒരു 12 മണിക്കൂറുകൾ, ഏകദേശം 10-11-12 മണിക്കൂറുകളോളം എടുത്തു. വളരെ ലാവിഷായി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അൽബാഹയിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അൽബാഹയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ ബൽജുർഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നു. അവിടെയുള്ളൊരു ഗാർഡൻ കാണുകയാണ് ലക്ഷ്യം. അപ്പോൾ അവിടെ തന്നെ റൂം എടുത്ത് സെറ്റായി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു മിനിമൽ സംവിധാനം, ഒരു വില്ല അല്ല, ഫ്ലാറ്റാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഫാമിലികൾക്കും ലേഡീസിനും എല്ലാവർക്കും പാടെ താഴെയുള്ള ഒരു സെറ്റപ്പും അതിന് മുകളിലായിട്ട് നമുക്കൊരു അങ്ങനെ ഒരു താമസ സൗകര്യമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ തന്നെയാണിത്. ഓക്കെ, എല്ലാത്തിനും കൂടി ആകെ 700 റിയാലാണ് ആയത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. വളരെ ചീപ്പ് റേറ്റ് ആയിരുന്നു. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ രാവിലെ യാത്ര തിരിച്ച് ഇതേപോലെ മനോഹരമായ കുറേ നാട്ടുപാതകളിലൂടെ ഉള്ളേരിയകളിലാണ്, കുറച്ച് ഹൈറ്റ്സിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. അവിടെയാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഗാർഡനിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നമ്മുടെ നാട്ടിലെ ഡാമുകളുടെ എന്താ പറയുക, തൊട്ടടുത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതേപോലുള്ള പാർക്കുകൾ കണ്ടിട്ടില്ലേ, അതുപോലുള്ള ഒരു സെറ്റപ്പാണ് യഥാർത്ഥത്തിൽ. വലിയ ഒരു സംഭവമൊന്നുമല്ല എങ്കിൽ കൂടി ഇതുപോലെ മനോഹരമായ ഇത്തരം ചൂടിൽ നിന്നൊക്കെ വളരെ എന്താ പറയുക വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ മനം കുളിർപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും മറ്റുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനാവുക. കാര്യം കുറേ നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്ന തരം ചെടികളും മരങ്ങളും പൂക്കളും കൊണ്ടിങ്ങനെ എന്താ പറയുക മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം സെറ്റായി നിന്നിട്ട് ഒരു ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് പിന്നെ അവിടേക്കുള്ള ആ ഒരു കാഴ്ചകളിലേക്ക് തിരിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് താഴോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ കാഴ്ച. ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പടികളിറങ്ങി താഴോട്ട് ഇങ്ങനെ പോകാനായിട്ട് പറ്റും. പിന്നെ താഴെ ഈ പറയുന്ന വലതുഭാഗത്താണെങ്കിൽ മുന്തിരി വള്ളികളുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണാം. പല തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇടത് ഭാഗത്ത് കുറേ എന്താ പറയുക കൊന്നപ്പൂക്കൾ പോലുള്ള കുറേ അധികം പൂക്കൾ കാണാം, റോസാ പൂക്കൾ കാണാം. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു വെള്ളം ചാടുന്നതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ എന്താ പറയുക ആ ഒരു കാലാവസ്ഥയും മറ്റുമൊക്കെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. മനോഹരമായ കുറച്ച് പൂക്കൾ നമുക്ക് അവിടെ ഇതേപോലെ കാണാൻ കഴിഞ്ഞു. എന്തായാലും ഗാർഡനുകളിൽ ഇതേപോലെ വളരെ എന്താ പറയുക ഒരു പ്രത്യേക സുഖം തരുന്ന ചില പൂക്കളൊക്കെയാണ് നമുക്ക് ഈ തരത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഈ റോസാ പൂക്കൾക്കൊന്നും കാര്യമായിട്ട് സ്മെല്ലൊന്നും അനുഭവപ്പെടുന്നില്ല. ഞാനത് പ്രത്യേകം നോക്കുകയായിരുന്നു. ഇത് അങ്ങനെയുള്ള വെറൈറ്റി ആണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയോടൊപ്പം തന്നെ അസലായ ഒരു സുഗന്ധം കൂടി നൽകുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് അത്തരത്തിലുള്ള പൂക്കളല്ല, പലതരത്തിൽ കൾച്ചർ ചെയ്തുകൊണ്ടുള്ള പൂക്കളുടെ വേർഷൻസ് ഉണ്ടല്ലോ, അത്തരത്തിൽപ്പെട്ടതാവാനാണ് സാധ്യത. എന്തായാലും കാഴ്ചകളൊക്കെ മനോഹരം തന്നെ. അത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ട് പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് ഈ എന്താ പറയുക കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ എല്ലാ തരത്തിലുള്ള പ്രായക്കാരും ഉണ്ട് എന്നുള്ളതിനകത്ത് എന്നാണ് ഇതിൻ്റെ ഒരു കാര്യം സംഭവം. എന്തായാലും അതൊക്കെ ആ കാഴ്ചകളും അവരുടെ കുസൃതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതിനിടയിലൊക്കെ വളരെ എന്താ പറയുക തമാശ വെടികൾ പൊട്ടിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഞങ്ങളൊരു 5-6 പേര് ഇതേപോലെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഈ ഒരു കാഴ്ചയുടെ വലത് ഭാഗത്തേക്ക് മാറി നടന്നു. കുട്ടികളും മറ്റുമൊക്കെ അവർ മറ്റൊരു ഏരിയയിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ചില ഭാഗങ്ങളിലേക്ക് പോയി അല്പസമയം ഇരുന്നു. അങ്ങനെ എന്താ പറയുക കാഴ്ചകളിലേക്ക് പോയി. അതിന് മുകളിലൂടെ ഒരു റോപ്പ് വേ പോകുന്നുണ്ട് കേട്ടോ. ആ റോപ്പ് വേയിലൂടെ സൈക്കിളിൽ ആളുകൾ സവാരി ചെയ്യുന്നുണ്ട്. മുകളിൽ ഇങ്ങനെ ആ റോപ്പ് വേണം നിങ്ങളിപ്പോൾ കാണുന്നത്. അതിലൂടെ സൈക്കിൾ സവാരി ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന പനിനീർ പൂക്കളുടെ വളരെ അധികം വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തങ്ങളും അതേപോലെ സക്കരബായൊക്കെ വളരെ എന്താ പറയുക നന്നായി കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ മുന്തിരി വള്ളികളുടെ ആ ഒരു പടർപ്പിന് താഴെയായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ കിളികൾ ഇഷ്ടംപോലെ കിളികൾ ഉള്ളത് കൊണ്ട് കിളികൾ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട് പല സീറ്റുകളിലും. അപ്പോൾ പെട്ടെന്ന് ചെന്ന് ഇരിക്കാൻ പറ്റില്ല, അത് വൃത്തിയാക്കിയിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ചെറിയ ഇഷ്യൂ കണ്ടു. കാര്യമായി തിരക്കുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ പെരുന്നാൾ ദിനത്തിലാണെങ്കിൽ കൂടി വളരെ വലിയ തിരക്കുകളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാര്യമായിട്ട് ആളുകളില്ല എന്ന് തന്നെ പറയാം. 1-2 ഫാമിലികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പല ഭാഗങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോയതായിരിക്കാം പെരുന്നാളിൻ്റെ എന്താ പറയുക ഈ ഒരു ദിവസത്തെ സന്ദർശകരുടെ തിരക്ക് എന്നെനിക്ക് തോന്നി. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് അവിടെ അടുത്തുള്ള മറ്റൊരു ഡാമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. എന്തായാലും ഇവിടെ നിന്ന്
മനോഹരമായ കുറേ കാഴ്ചകൾ, അതേപോലെ ആ പച്ചപ്പ്, അതിൻ്റെ ഒരു തണുപ്പ്, അങ്ങനെയുള്ള ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറേ കടലാസ് പൂക്കളെപ്പോലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളെന്ന് പറയാം. കാരണം ഫാമിലിയുമായിട്ട് വന്ന് കുറച്ച് സമയം ചില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പലരും ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അനസിനെയാണ്, സ്ലോ മോഷൻ, തങ്ങളുടെ സ്ലോ മോഷൻ കാണാം. പിന്നെ ഈ പറയുന്ന സക്കറിയ ബായിയുടെ സ്ലോ മോഷൻ, മുജീബ് ബായി, പിന്നെ എൻ്റെ സ്ലോ മോഷൻ ഉണ്ടായിരുന്നു. അത് ഏത് മറ്റേ പോലെ ക്യാമറയിലാണ് എടുത്തതെന്നുള്ളത് ഒരു പിടിയില്ല. അപ്പോൾ ആ സ്ലോ മോഷൻ പരിപാടികളും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ചു. ഇതേപോലെ ഈ ഒരു ഗാർഡനിൽ എല്ലായിടത്തും വെള്ളം എത്തുന്ന തരത്തിൽ ഇങ്ങനെ വെള്ളച്ചാലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റോപ്പ് വേയിലൂടെ ആളുകൾ സൈക്കിൾ ഓടിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മുകളിൽ ബന്ധിച്ചിട്ടുണ്ട്. താഴെയുള്ള റെയിലിലൂടെ സൈക്കിളിൻ്റെ പ്രത്യേകതരം ചക്രങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഉരുണ്ടു പോവുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. എന്തായാലും മനോഹരമായിട്ടുള്ള കുറേ അധികം കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ നടന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് നമുക്കിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. എല്ലാത്ത തരം ഏരിയകളിലൂടെ നമുക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ മുന്തിരിവള്ളികളായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം. പക്ഷേ കാര്യമായിട്ട് ആ സമയത്ത് ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് മുന്തിരിവള്ളികളിലെ മുന്തിരിയും മറ്റും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഇതേപോലെ പന്തലുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. താഴോട്ടുള്ള ഭാഗങ്ങളിലാണ് ഇതൊക്കെ കാണുന്നത്. സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും താഴോട്ട് തന്നെ ഇറങ്ങി പോകാനായിട്ട് പറ്റും. അതേപോലെ ഒരു കിണർ കാണാനായിട്ട് പറ്റും. വലത് ഭാഗത്ത് ഒരു കിണറിൻ്റെ മാതൃക കാണാം. വളരെ വ്യത്യസ്തമായ കുറേ അധികം പൂക്കൾ കാണാം. വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങി നമുക്ക് അധികം താഴ്ചയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയയിലൂടെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയി. എന്താ പറയുക, പച്ചപ്പിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പാർക്കുകൾ. കാരണം ഇവിടെ തണുപ്പാണല്ലോ. അപ്പോൾ അൽബാഹയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിന് ഉള്ളിൽ വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കാഴ്ചകളുടെ എന്താ പറയുക ഒരു പച്ചപ്പിൻ്റെ തുരുത്ത് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ കൂടി അത് അങ്ങനെ അല്ല എന്ന് തോന്നുന്ന തരത്തിലൊക്കെയുള്ള സെറ്റപ്പാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനിടയിലൂടെയൊക്കെ നടക്കാം, ആ ഒരു തണുപ്പ് ആസ്വദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സുഖം. ബോട്ടാണിക്കൽ ഗാർഡൻ എന്താണ് പറയാനുള്ളത്? എന്തായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം സൗദി അറേബ്യയിൽ വേറെ ഉണ്ടാവും. അൽബാഹ അല്ലേ, അൽബാഹയുടെ നമ്മുടെ ജിസാൻ റോഡിൽ വരുമ്പോൾ അൽബാഹയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 25 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. നല്ലൊരു ചുരം കയറിയിട്ട് വന്നാലാണ് പിന്നെ ബിൽജുർഷി എന്ന സ്ഥലമാണ്. അടിപൊളി പാർക്ക്, ഒന്നും പറയാനില്ല. അത്തിമരങ്ങളുടെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ പലപ്പോഴും അത്തിപ്പഴം കഴിക്കുന്നുണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് പോകുന്ന പ്രവാസികളൊക്കെ ഇഷ്ടംപോലെ നാട്ടിലേക്ക് കൊടുത്തയക്കുന്നതാണ് അത്തിപ്പഴങ്ങൾ. അത് കായ്ക്കുന്ന മരങ്ങൾ വളർന്നു വരുന്നു. ഇവിടെ മനോഹരമായ കുറേ പൂക്കളെ നിങ്ങൾക്ക് കാണാം. എന്തെന്ത് കാഴ്ചകളാണല്ലേ, രസകരമാണ്. കൊച്ചു കൊച്ചു കാഴ്ചകളാണെങ്കിലും അതിലെല്ലാം തന്നെ ഒരു രസം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഫാമിലിയോടും കുട്ടികളോടൊക്കെ ഇപ്പോൾ നമ്മൾ ഇതേപോലെ സഞ്ചരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു എന്താ പറയുക എല്ലാവരുടെ ഒരു മനോഭാവം അതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും പൊതുവേ മലയാളികൾ കുടുംബസ്ഥരായ ആളുകളൊക്കെ ഇത്തരം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഫാമിലിയോടൊപ്പം ചില്ല് ചെയ്യുന്ന ആ ഒരു സന്ദർഭം, വെള്ളം കൊണ്ടുപോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ അത് പലയിടങ്ങളിലും കേട്ടോ, ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലായിടങ്ങളിലും ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. എന്താ പറയുക ഒരു തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന പോലെ വളരെ മനോഹരമായ തരത്തിൽ ഒരു എന്താ പറയുക ഒരു ഏരിയ നല്ല രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ അവിടങ്ങളിലായിട്ട് ഇതേപോലെ മുന്തിരി പടർപ്പുകളും മറ്റുമൊക്കെ പടർത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പന്തലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീസണിലായിരുന്നെങ്കിൽ അതിമനോഹരമായ ഒരു മുന്തിരി പാടത്തിൻ്റെ കാഴ്ചയായിരുന്നു നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷേ ഈ ഒരു സീസണിൽ അതിപ്പോൾ പൂക്കൾ പോലും നമുക്ക് മുന്തിരി വള്ളികളിൽ കാണാനില്ല. എന്തായാലും അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. കാഴ്ചകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം വീഡിയോയിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ചർച്ചകളൊക്കെ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ചില മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് ഇവിടെ വ്യത്യസ്തമായിട്ട് തോന്നുന്ന പൂക്കളും കാണാനായിട്ട് പറ്റും. ചില ഇന്ത്യൻ പൂക്കൾ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള വള്ളിപ്പടർപ്പുകൾ, കാശിത്തുമ്പ പോലുള്ള ചില ഇതേപോലുള്ള അതേപോലെ കുറ്റിമുല്ല പോലുള്ള പൂക്കളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. എന്തായാലും കുട്ടികളെല്ലാവരും നല്ല ഹാപ്പി മൂഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു.
ഞങ്ങളിങ്ങനെ മാറി മാറി അവിടുന്ന് മുന്നോട്ട് നടക്കുന്നു. അപ്പോൾ അല്പം കൂടി താഴോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ് ഇനി നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അവിടെ വെള്ളം ചാടുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിണറിൻ്റെ മാതൃക കാണാം. അപ്പോൾ ഇതൊക്കെ ആളുകൾക്കൊരു കൗതുകം, പ്രത്യേകിച്ച് ഇവിടെയുള്ള സ്വദേശികളുടെ ഒരു കൗതുകത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇതെല്ലാം നമുക്ക് വലിയ കൗതുകങ്ങളായി തോന്നാത്തത് കാര്യം നമ്മൾ ഇത്തരത്തിൽ ഡാം ഏരിയകളിലൊക്കെ പോകുന്നതും മറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് പ്രവാസികൾ അവരുടെ ഒഴിവ് കാലം ഇതേപോലെ പല തരം സ്ഥലങ്ങളിലായിരിക്കും ചിലവഴിക്കുന്നത്. അങ്ങനെ യാത്ര പോകാത്ത പ്രവാസികൾ ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ പോയി ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. മുജീബ് ഭായ് സക്കറിയൊക്കെ എല്ലാവരും ഉണ്ട്. ഞങ്ങളിതിനിടയിലൂടെയൊക്കെ നടക്കുന്നു. ഫാമിലികൾ മറ്റ് ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ചെന്നിച്ചെതിറി നടക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ താഴോട്ടൊക്കെ ഇറങ്ങി പോകാനുള്ള ഗ്യാപ്പുകളുണ്ട്. എന്തായാലും ഞങ്ങൾ അല്പം മടിയന്മാർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നടന്ന് ഇതേപോലെ കാഴ്ചകൾ പകർത്തുകയാണ്. ഐഫോണിലൊക്കെ നല്ല വീഡിയോസ് എടുക്കുന്നുണ്ട് മുജീബ് ഭായൊക്കെ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താവോ എന്തോ. എന്തായാലും ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കി മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പായി കൊണ്ടുവന്ന് താഴോട്ട് തന്നെ ഒഴുകി പോവുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പച്ചപ്പിനും അതേപോലെ ഇവിടെ നമ്മൾ ഈ വഴിയിലൂടെ വരുമ്പോഴെല്ലാം കാണുന്ന കൃഷികളും അതേപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എന്താ പറയുക പച്ചക്കറി തോട്ടങ്ങൾ മറ്റുമൊക്കെ നമുക്ക് ഇതേപോലെ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ കാഴ്ചകൾക്കൊന്നും അവസാനമില്ല. എന്തായാലും ഞങ്ങൾ ഏറെക്കുറെ ആ ഒരു പാർക്കിൻ്റെ കുറേ അധികം ഏരിയകൾ നടന്ന് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് തന്നെ കയറി പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും മറ്റുമൊക്കെ നമ്മൾ ഇതേപോലെ മാക്സിമം ക്യാമറയിലാക്കുകയാണ്. അൽബാഹയിൽ നിന്നും യഥാർത്ഥത്തിൽ വളരെയധികം മറ്റൊരു ഹൈറ്റ്സ് ഏരിയയാണ് അബഹ. അപ്പോൾ അബഹയുടെ കാഴ്ചകളിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു ഇഷ്യൂ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി പിന്നീട് പറയാം. എന്തായാലും അബഹയിലേക്ക് എത്തുക എന്നുള്ളത് ഇന്നെന്തായാലും നടക്കുമെന്നും തോന്നുന്നില്ല. അപ്പോൾ നാളെ പലർക്കും ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തിരിച്ചു പോരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ടെൻഷൻസും ഇതിനകത്തൂടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും ഈ പറയുന്ന അല്പം കൂടി മുന്നോട്ട് മാറി നടക്കുമ്പോഴാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ചില കൗതുകകരമായ സംഗതികളൊക്കെ, ചില നിർമ്മിതികളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് വളരെയധികം എന്താ പറയുക ഒരു കുളിർമ നൽകുന്ന കാഴ്ചയായി തന്നെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യയിൽ ഇത്തരത്തിലുള്ള ഏരിയകൾ ഉണ്ടെന്ന് അറിയാത്ത പ്രവാസികളും ഉണ്ട്, സ്വദേശികൾ പോലും ഉണ്ട്. കാരണം സ്വദേശികളൊന്നും കാര്യമായി ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലൊരു സഞ്ചാരമൊന്നും നമുക്ക് ഇപ്പോഴും കാണാനായിട്ട് പറ്റില്ല. എന്തായാലും സൗദി അറേബ്യയുടെ ടൂറിസം രംഗം വളരെയധികം മാറുന്നു എന്നുള്ളത് തന്നെ ഒരുപാട് പ്രത്യാശകൾക്ക്, തൊഴിൽ സാധ്യതകൾക്കൊക്കെ വഴിവെക്കുന്ന കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുട്ടികളൊക്കെ പൂക്കളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിലൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മനോഹരമായിട്ട് ഇതേപോലെ മൈലാഞ്ചി ഇട്ട കൈകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. പൂക്കളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുഞ്ഞു കുട്ടികൾ, എന്തായാലും അവരെല്ലാവരും ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇനി മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകാനുള്ള സമയം നമുക്ക് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ രാവിലെ ഒരു 20 റിയാലിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ വേണമെങ്കിലും ചിലവഴിക്കാനാവും എന്നുള്ളതാണ് പ്രത്യേകത. അൽബാഹയിൽ പോലും ഒരുപാട് ഹിഡൻ പ്ലേസുകളുണ്ട്. മലയാളികൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ വിദേശികളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയകൾ, അതേപോലെ സ്വദേശികൾ ആയിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് പോകുന്ന ഏരിയകൾ, അവർ ഭക്ഷണം കൊണ്ട് പാകം ചെയ്ത് കഴിക്കുന്ന അൽഹംദ് വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല കേപ്പബിലിറ്റിയുള്ള വണ്ടികളുണ്ടെങ്കിൽ മാത്രം പോകാൻ കഴിയുന്ന ചില ഡെസേർട്ട് ഏരിയകൾ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് റഫായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഏരിയകളിലേക്ക് പോകണമെങ്കിൽ നല്ല വണ്ടികൾ, ഹൈറ്റുള്ള വണ്ടികൾ വേണം. നമ്മുടെ കാറുകളായതുകൊണ്ട് തന്നെ അത്തരം ഏരിയകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ കുടുംബമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഒരു ഡാമാണ്. തൊട്ടടുത്ത അൽബാഹയിൽ തന്നെയുള്ളൊരു ഡാമാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെയുള്ള കാഴ്ചകൾ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും നടന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂറുകൾ ഞങ്ങൾ അതിനകത്ത് ചിലവഴിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത്. എന്തായാലും ഈ കാഴ്ചകൾ നമ്മളെ ഈ പറയുന്ന ചില നൊസ്റ്റാൾജിക് ഫീലിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. ആ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് ഞങ്ങളുടെ മടക്ക യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ
ഇനി മുന്നുള്ളത് നമ്മൾ ആ ഒരു ഡാം ഏരിയ കാണാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര കടന്നു പോകുന്നത്. അപ്പോൾ കൂടെയുള്ള വണ്ടികൾ എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അല്പസമയം വെയിറ്റ് ചെയ്തു. കുറേയധികം ഓടിയിരുന്നു. അപ്പോഴേക്ക് അവരെല്ലാം തന്നെ നമ്മളെ കടന്നു പോയതിന് ശേഷം നമ്മൾ പിന്നെ അവരുടെ പിറകിലായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകളുടെ അൽബാഹയുടെ പച്ചപ്പിൻ്റെ ഒക്കെ കാഴ്ചകൾ കണ്ട് ചർച്ച ചെയ്ത് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ രസച്ചരടുകളിലൂടെ എല്ലാം ഞങ്ങളങ്ങനെ മുന്നോട്ട് ഈ ഒരു യാത്രയുടെ സുഖം നുകർന്നുകൊണ്ട് അത്ഭുതപ്പെടുത്തുക.